സ്വന്തം രാജ്യത്തിന് എതിരെ നിൽക്കുകയാണെങ്കിൽ അത് ഏതൊരു വ്യക്തിയാണെങ്കിലും രാജ്യവിരുദ്ധത എന്ന് പറയുന്നത് ലോകം മുഴുവൻ വലിയ ക്രൈമാണ്, വലിയ കുറ്റകൃത്യമാണ്. ഇന്ത്യയിലും അങ്ങനെ തന്നെ രാജ്യദ്രോഹം അത് രാജ്യത്തിരുന്നു കൊണ്ട് ചെയ്താലും രാജ്യത്തിന് വെളിയിൽ പോയി ചെയ്താലും സ്വന്തം രാജ്യത്തെ പൗരൻ ചെയ്താലും മറ്റുള്ളവർ ചെയ്താലും ഒക്കെ ഒരു രാജ്യത്തിൻ്റെ ആ ഒരു സിസ്റ്റത്തിനെതിരെ രാജ്യം എന്ന് പറയുന്ന രാഷ്ട്രം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയ്ക്കെതിരെ പ്രവർത്തിച്ചാൽ ശത്രുരാജ്യങ്ങൾക്കൊപ്പം നിന്നാൽ തീർച്ചയായിട്ടും അതൊരു വലിയ ക്രൈമാണ്. അത് നമ്മുടെ രാജ്യത്ത് നിയമങ്ങളൊക്കെ തന്നെ പലപ്പോഴും വളരെ ലഘുവാണ് പല കാര്യങ്ങളിലും, ഇതുപോലെ ജയിലിലിടുകയും അങ്ങനെയുള്ള സംഭവങ്ങൾ. പക്ഷേ അന്യരാജ്യങ്ങളിൽ പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങളിൽ ഇതൊക്കെ വലിയ ക്രൈമാണ്. വലിയ തരത്തിലുള്ള ശിക്ഷ ഇതിന് ലഭിക്കും. 2 ഇന്ത്യക്കാർക്ക് ലഭിച്ച ഒരു ശിക്ഷയെക്കുറിച്ചുള്ള വാർത്തകൾ കാണാനിടയായി. സൗദി അറേബ്യയിലാണ് സംഭവം. സൗദി അറേബ്യയിലെ പോക്കറ്റുകളിലൊക്കെ തന്നെ ഇറാൻ പലപ്പോഴും ആക്രമണം നടത്തുന്നതും വലിയ തോതിലുള്ള സംഘർഷം GCC രാജ്യങ്ങളിൽ ഉണ്ടാകുന്നതും ഇറാൻ അതിശക്തമായി സൗദിക്കെതിരെ മാത്രമല്ല മറ്റ് UAEക്കും ഒക്കെ എതിരെ തിരിയുന്ന ഒരു ഭീകരാവസ്ഥയും മറ്റു കാര്യങ്ങളുമൊക്കെയുണ്ട്. അപ്പോൾ ഇറാനെ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ട് ഇറാന് വേണ്ടി പണം കളക്ട് ചെയ്ത് അത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന പദ്ധതിയിലേക്ക് പണം നൽകിയതിന് ഇന്ത്യക്കാരായ 2 പേർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. അവരിപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിനെ സമീപിച്ചിരിക്കുകയാണ്. ഈ വിഷയം ജയശങ്കർ അടക്കം വിദേശകാര്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കാര്യങ്ങൾ കൂടുതൽ പരിശോധിച്ചു വരികയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ത്യൻ സഹോദരന്മാരാണ് ഇപ്പോൾ ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയിൽ ജോലി ചെയ്തു വന്നിരുന്ന ഉത്തർപ്രദേശ് അംരോഹ സ്വദേശികളായ മുഹമ്മദ് റഹീബ്, മുഹമ്മദ് ജാഫർ എന്നീ 2 പേരാണ് സൗദി സുരക്ഷാ സേനയുടെ അറസ്റ്റിലായി ഇപ്പോൾ ജയിലിൽ കഴിയുന്നത്. ഇറാന് സാമ്പത്തിക സഹായം നൽകിയതാണ് ഇവരെ കെണിയിലാക്കിയത്. കഴിഞ്ഞ 5 വർഷമായി സൗദിയിലെ ദമാമിൽ ജോലി ചെയ്യുകയായിരുന്നു ഇരുവരും. US ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇറാനെ സഹായിക്കണം എന്ന ഇവരുടെ അമ്മ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഇവരോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഇവർ കയ്യിലിരുന്ന ഫണ്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. ഇറാൻ എംബസിയുടെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് റഹീബിൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് 200 റിയാൽ, വളരെ കുറച്ച് തുക മാത്രമേ അയച്ചുള്ളൂ. ഇവരുടെ ഈ തുകയുടെ ഇടപാടാണ് ഇവരുടെ ജീവിതം ഇപ്പോൾ മാറ്റിമറിച്ചത്. മാർച്ച് മാസം റഹീബിനെയും മാർച്ച് അവസാനത്തോടെ ജാഫറിനെയും സൗദി സുരക്ഷാ സേന കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അറസ്റ്റ് നടന്ന മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇവർ ഏത് ജയിലിലാണോ, ഏത് തരത്തിലുള്ള ശിക്ഷാ നടപടിക്ക് വിധേയരാകുകയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും വിവരമൊന്നുമില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് കുടുംബത്തിന് വ്യക്തമായ ധാരണയുമില്ല. സുരക്ഷാ കാരണങ്ങളാലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് എന്ന് സൗദി ഇന്ത്യൻ എംബസി സോഷ്യൽ വെൽഫെയർ വിഭാഗം കുടുംബത്തെ ഇമെയിൽ വഴി അറിയിച്ചിട്ടുണ്ട്. വിഷയത്തിൽ ഇന്ത്യൻ എംബസി സൗദി വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് വരികയാണ്. തങ്ങളുടെ മക്കളെ സുരക്ഷിതമായി തിരികെ എത്തിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഇവരുടെ പിതാവ് ഹസൻ അബ്ബാസ് കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയശങ്കറിന് വീഡിയോയിലൂടെ വൈകാരികമായി അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ ഷിയ പേഴ്സണൽ ലോ ബോർഡ് ജനറൽ സെക്രട്ടറി മൗലാന യൂസഫ് അബ്ബാസ് ഈ വിഷയം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ രാജ്യത്ത് ഇരുന്നു കൊണ്ട് അവരെ ആക്രമിക്കുന്നവർക്ക് കാശയച്ചാൽ അവിടെ വളരെ സ്ട്രിക്റ്റ് ആണ് എന്നൊക്കെ ഈ വാർത്തയോട് പലരും പ്രതികരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിൽ അവിടെ പോയിരുന്ന് അവിടെ ആ രാജ്യത്തിൻ്റെ സംവിധാനത്തിനെതിരെ നിൽക്കുകയാണെങ്കിൽ, ആ രാജ്യത്തെ ആക്രമിക്കുന്ന രാജ്യത്തെ സഹായിക്കുകയാണെങ്കിൽ ഒരു തരത്തിലും അവർ മാപ്പ് കൊടുക്കില്ല. മാത്രമല്ല അതിനൊക്കെ അവിടെ ശരിയാണെങ്കിൽ പോലും ശക്തമായ നിയമങ്ങളുണ്ട്. അത് കൃത്യമായി തന്നെ പാലിക്കപ്പെടും. ആവശ്യമില്ലാതെ ഓരോ തരത്തിൽ ഇടപെട്ട് ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കിയിട്ട് അവസാനം വാവിട്ട് നിലവിളിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ മാത്രമാണ് ഇതൊക്കെ ഇങ്ങനെയുള്ള വാർത്തകളായി പുറത്തു വരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ED ആക്രമിച്ച സഖാക്കളുടെ അവസ്ഥ പോലെയാകും ഇതൊക്കെ തന്നെ എന്നുള്ളതാണ്. അവിടെ സൗദിയിലെ നിയമങ്ങൾ കുറച്ചുകൂടി കഠിനമാണ്. ഇനി ജയശങ്കറോ പ്രധാനമന്ത്രിയോ ഒക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇളവ് ഇതിനകത്ത് ലഭിക്കുകയുള്ളൂ എന്നാണ് നയതന്ത്ര വിദഗ്ധരും നിയമവിദഗ്ധരും ഒക്കെ തന്നെ പറയുന്നത്. സൗദിയിൽ ഇരുന്നു കൊണ്ട് സൗദിയെ ആക്രമിക്കുന്ന ഇറാന് യുദ്ധ സഹായം അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര മ്ലേച്ഛമായ നടപടിയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ആലോചിക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ അത് ചെയ്തില്ല. അതിൻ്റെ തിക്തഫലങ്ങളാണ് ഈ യുവാക്കളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്.